സൈക്കോളജി ഓഫ് വാർ അതിനെക്കുറിച്ച് മാത്രം ഞാൻ കുറച്ച് റെഫർ ചെയ്ത് നോക്കി. ഇന്നലെ എൻ്റെ കയ്യിൽ കുറേ നല്ല പുസ്തകങ്ങളുണ്ട്, ഒരുപാട് നല്ല പുസ്തകങ്ങൾ. അതിലൊന്നും ഇങ്ങനെയൊരു സാധനമില്ല. പക്ഷേ എനിക്ക് കുറച്ചൊക്കെ കിട്ടിയത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്ന ആളുകളുടെ, അതിൻ്റെ വിക്ടിംസായവരെ, അതിൽ പങ്കെടുത്തവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് അവർക്കുണ്ടായ മനോജന്യ രോഗങ്ങളെക്കുറിച്ച് കുറേ വിവരം കിട്ടി. അത് മുമ്പേ ഞാൻ പഠിച്ചതുമാണ്. അത് PG പഠിക്കുന്ന കാലത്ത് സൈക്കോളജി, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജി ആയിരുന്നു പഠിച്ചത് PG. അന്ന് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് റെഫറൻസ് ഒന്നും ഇല്ലാണ്ട് സംസാരിക്കാം എന്നൊരു ധൈര്യം എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്, പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് കിട്ടിയത്, അടുത്ത കാലത്ത് ഒരു സെപ്റ്റംബർ 11 അമേരിക്കയിലെ ട്രേഡ് സെൻറ്റർ തകർന്നല്ലോ. അതിനുശേഷം അതൊരു തരം യുദ്ധം മാതിരിയാണ്. അതിനുശേഷം അവിടെ ഈ കനാൽ സ്ട്രീറ്റിലും ഈ പ്രത്യേക ഈ സംഭവം നടന്ന സ്ഥലത്തോ ഉണ്ടായ ആളുകളുടെ പോസ്റ്റ് ട്രോമാറ്റിക് ഡിപ്രസീവ് സൈക്കോസിസ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പുസ്തകത്തിൽ ആൻ ക്രീഗ് എന്ന പേര് അവരെഴുതിയ അബ്നോർമൽ സൈക്കോളജിയുടെ പുസ്തകത്തിൽ കിട്ടി. ഇത്രയും മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ റെഫറൻസ്. അതുകൊണ്ട് എനിക്കുള്ള അല്പവിജ്ഞാനം, വളരെ അറിവ് കുറവാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് എൻ്റെ ആകെയുള്ള അറിവ്. ആ അറിവ് വെച്ച് ഞാൻ പലപ്പോഴും പല വേദിയിലും കോട്ട് ചെയ്താണ്. ഇതേപോലെ കേട്ട് മടുക്കും. എൻ്റെ ഒരുപാട് കേൾക്കാൻ ആളുകളോടെ ഉണ്ട്. ഈ വമാ ഊത്തിയത്തും മിനൽ ഇൽമി ഇല്ലാ ഖലീല എന്ന ഖുർആൻ സൂക്തം ഞാൻ പലയിടത്തും ചൊല്ലുന്നുണ്ട്. വമാ ഊത്തിയത്തും എന്ന് നിനക്ക് നൽകപ്പെട്ടിട്ടില്ല, മിനൽ ഇൽമി, ഇൽമിൽ നിന്ന്, വിജ്ഞാനത്തിൽ നിന്ന്, ഇല്ലാ ഖലീല, അല്പം മാത്രമല്ലാതെ. അപ്പം മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു മഹാസമുദ്രമാണ്. ഒരായുസ്സിൽ ഒരു സൂചിയുടെ അറ്റത്ത് കിട്ടുന്ന വെള്ളം മാത്രമേ ഈ സമുദ്രത്തിൽ നിന്ന് എനിക്ക് നേടാൻ പറ്റിയിട്ടുള്ളൂ. എത്രയോ കൊല്ലമായി പഠിക്കുന്നു. ഇന്നലെ രാത്രിയും 12 മണി വരെ പഠിച്ചു സൈക്കോളജി. പക്ഷേ ഓരോ പ്രാവശ്യവും മനസ്സിലാകും. അതുകൊണ്ട് എൻ്റെ അറിവിന് ആ പരിമിതി ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്, അല്ലാണ്ട് ആ പരിമിതി വെച്ചുകൊണ്ട് ഞാൻ പറയാം. ഞാൻ 2 പേഴ്സ്പെക്റ്റീവിൽ മാത്രം, കുറച്ച് സമയം 2 പേഴ്സ്പെക്റ്റീവിൽ മാത്രമാണ് സംസാരിക്കുന്നത്. ഒരു പേഴ്സ്പെക്റ്റീവ് ഈ യുദ്ധത്തിന് ഇൻസ്ട്രുമെൻ്റലായിട്ടുള്ള, കാരണക്കാരായിട്ടുള്ള ആളുകളുടെ സൈക്കോളജി, വാട്ട് ലെഡ് ദം ടു ദിസ് ഡിസാസ്ട്രസ് ഇൻഹ്യൂമൻ, മലയാളത്തിൽ പറയാം, ഈ നാശോന്മുഖമായ ഈ പൈശാചികമായ മൃഗീയമായ, മൃഗീയം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ അപമാനിക്കലായിരിക്കും. മൃഗങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, ഇരയ്ക്ക് വേണ്ടിയേ പോലും. പൈശാചികം എന്നുള്ള വാക്ക് തന്നെ നല്ലത്. അങ്ങനത്തെ ഈ അതിന് സൈക്കോളജി പറയുന്നത് ഇവരുടെ പേഴ്സണാലിറ്റിയാണ് ഉത്തരവാദി. ആസ്ട്രേലിയക്കാരനായ, ആർക്കെങ്കിലും വേണേൽ എഴുതി വെച്ച് സെർച്ച് ചെയ്തോളൂ, ആസ്ട്രേലിയക്കാരനായ ക്രിസ്ത്യൻ ജാരറ്റ് എന്ന് പേരുള്ള ഒരാൾ, JARRET, ക്രിസ്ത്യൻ ജാരറ്റ് എന്ന് പേരുള്ള ഒരാൾ ഡാർക്ക് ട്രയാഡ്സ് എന്നൊരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഡാർക്ക് ട്രയാഡ്സ്, ട്രയാഡ് എന്ന് പറഞ്ഞാൽ തന്നെ 3 എണ്ണം മനസ്സിലായിട്ടുണ്ടാവും. മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ഷേഡോ എന്ന് കാൾ ഗസ്റ്റാവ് പണ്ട് കാലത്ത് പറഞ്ഞ ആ സാധനത്തിൻ്റെ ഒരു പരിഷ്കൃത രൂപം. നമ്മളുടെയൊക്കെ മനസ്സിൽ ഡാർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ഡാർക്ക്, അതിന് ഇദ്ദേഹം കൊടുത്ത പേരാണ് ഡാർക്ക്. അതിൽ ഒന്നാമത്തത് നാർസിസിസം എന്നതാണ്. പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ നാർസിസിസം എന്താണെന്ന് പറയും. നാർസിസിസം എന്ന് പറഞ്ഞാൽ അവനവൻ ശ്രദ്ധിക്കപ്പെടണം, അവനവൻ്റെ ആഗ്രഹങ്ങൾ നടക്കണം, അവനവൻ വിചാരിച്ച് നടക്കണം, അവനവൻ ഈ സ്പോട്ട്ലൈറ്റ് സിൻഡ്രോം എന്നൊരു വാക്കുണ്ട് സൈക്കോളജിയിൽ. പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഫാഷൻ ഡിസൈനിൻ്റെ അറിവ് സൈക്കോളജി ചിലപ്പോൾ പഠിക്കണം. പഠിച്ചാലേ നിങ്ങൾക്ക് സൈക്കോളജി എല്ലാവരും പഠിക്കണം. ഡോക്ടർമാർ ആദ്യം പഠിക്കണം. ഇപ്പോൾ ഈ 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് രോഗിയെ അങ്ങോട്ട് പ്രതീക്ഷയായിട്ട് നശിപ്പിക്കുകയാണ്. എന്നാലേ ICU കയറ്റാൻ പറ്റും. സ്വന്തം കാർ ഓടിച്ച് പോയാൽ എന്നെ പിടിച്ച് ICUയിലിട്ട് പിന്നെ യൂറിന് വരെ ട്യൂബിട്ട ടീമാണ് കോഴിക്കോട്ടുള്ള ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നത്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ സ്പോട്ട് റൈറ്റ് സിൻഡ്രോം